ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി അഖില എസ് നായർ ഇസ്രായേലിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖില, ഒരു രീതിയിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ കത്തിയാക്രമണം നടന്നതാണ്, വെടിവെപ്പ് നടന്നതാണ്. അതിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തു. അപ്പോൾ ഇനി തീവ്രവാദി ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതിന്റെ പിൻബലത്തിൽ എന്നുള്ളതെല്ലാം ആശങ്കയോടെ അവിടെയുള്ള മലയാളികൾ അടക്കമുള്ള ആളുകൾ ഉറ്റുനോക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികളെ ഇപ്പോൾ കാണുന്നത്? എങ്ങനെയാണ് അവിടെയുള്ള സ്ഥിതിഗതികൾ? നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ഇസ്രയേലിലെ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആശങ്കകളൊന്നും ഇവിടെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതിനെക്കാട്ടിലും വലിയ യുദ്ധങ്ങൾ, ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷമായി, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇവിടുത്തെ IDF ഇസ്രയേൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ദോഹയിൽ ഉണ്ടായ ആ ഒരു അക്രമത്തിനെതിരെ എല്ലാവരും ശക്തമായിട്ട് ഘോരം പ്രസംഗിക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ന്യൂസിലൊക്കെ. അതിനു മുമ്പ് ഏകദേശം 2 ദിവസം മുമ്പ് ഇസ്രയേലിലെ ജെറുസലേമില് ആയുധധാരികളായിട്ട് 2 പേർ എത്തിയിരുന്നു. അവർ 6 പേർക്ക് നേരെ നിറയൊഴിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. 6 പേര് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു. അത് നാട്ടിലെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം അവനവൻക്ക് നേർക്കുണ്ടാവുന്ന ഏതൊരു അക്രമത്തെയും തടയിടാൻ നമ്മൾ തീർച്ചയായിട്ടും, ഇപ്പൊ ഒരാൾ എന്നെ തല്ലാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു നടപടി സ്വീകരിച്ചേ പറ്റൂ. അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോ ഇന്നലെ ദോഹയിൽ പോയിട്ട് ഇസ്രായേലിന്റെ അക്രമം നടന്നതായിട്ട് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ജെറുസലേമിൽ ഉണ്ടായ ഈ അക്രമത്തിൽ 6 പേര്, അതായത് സാധാരണ ജൂത ജനവിഭാഗത്തിൽപ്പെടുന്ന 6 പേര് കൊല്ലപ്പെട്ടപ്പോൾ ഒരു വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അതിനെതിരെ ഇസ്രയേലിന്റെ IDFന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ അവരിത് പറയുന്നുണ്ട്. ഇതൊരു പ്രതികാര നടപടി തന്നെയാണ്, ഹമാസിന്റെ മുതിർന്ന നേതാക്കൾക്കുള്ള പ്രതികാര നടപടി എന്നവണ്ണം തന്നെയാണ് ഇസ്രയേൽ അതിനെതിരെ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ലോക സമാധാനത്തിനു വേണ്ടി ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ ഖലീലിനെ പോലെയുള്ള നിഷ്ഠൂരകന്മാരെ കൊന്നു തള്ളിയതിലൂടെ ഇസ്രയേൽ ലോക സമാധാനം നിലനിർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇന്നലെ ഇസ്രയേല് ദോഹയിൽ പോയിട്ട് 5ഓളം ഹമാസ് തലവന്മാരെ കൊല ചെയ്യുകയുണ്ടായി. പക്ഷെ ഹമാസ് അത് പ്രതികരിച്ചത് ഏറ്റവും സാധാരണക്കാരെ, ഏറ്റവും താഴെക്കിടയിലുള്ള 5 പേര് മാത്രമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അല്ല, ഹമാസിന്റെ തലവന്മാരായ 5 പേരാണ് മരിച്ചത്. ഇസ്രയേൽ അത് കൃത്യമായിട്ട് ആ ഒരു ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് സാധാരണ സിവിലിയൻസിന് യാതൊന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട്, അതായത് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ ഇന്റലിജൻസ് വിഭാഗം സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പുറത്തു വരുന്ന മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജനജീവിതത്തെ ഇന്നലത്തെ ആ ഒരു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അക്രമം കൊണ്ട് യാതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഖത്തറിലെ എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ഞാനിത് അന്വേഷിച്ചിരുന്നു. 10ഓളം സ്ഫോടനങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ സാധാരണക്കാരെ ജനജീവിതത്തെ ഒന്നും അത് ബാധിച്ചിട്ടില്ല. ഒരു സിവിലിയൻസിനെ പോലും അത് ബാധിച്ചിട്ടില്ല. ഈ മെനഞ്ഞാന്ന്, അതായത് 2 ദിവസം മുമ്പ് ജെറുസലേമിൽ ഉണ്ടായ ആക്രമണത്തിൽ 6 പേര് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയുണ്ടായല്ലോ. ഈ 6 പേര് സാധാരണക്കാരായ സിവിലിയൻസ് ആയിരുന്നു. പലസ്തീനിൽ നിന്ന് വന്ന 2 തീവ്രവാദി ആൾക്കാരാണ് ഈ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചത്. ഇസ്രയേൽ അപ്പൊ എന്താണ് ചെയ്തത്? തിരിച്ച് പലസ്തീനിൽ പോയിട്ട് സാധാരണക്കാരായ ആളുകളുടെ നേരെ നിറയൊഴിക്കുകയല്ല ചെയ്തത്. ഇതിന് ആസൂത്രണം നേതൃത്വം വഹിച്ച, ഇതിന് കാരണക്കാരായ പ്രധാനപ്പെട്ട ഇവരുടെ തലവന്മാരെയാണ് ഖത്തറിൽ പോയിട്ട് അലക്കിയിട്ട് തിരിച്ചു വന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ലോക സമാധാനം ഇസ്രയേൽ നിലനിർത്തിയെന്ന് വീണ്ടും അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. തീവ്രവാദത്തെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല. തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതൊരു പരസ്യമായ രഹസ്യമാണ്. ഹമാസിന്റെ ഒളിവ് കേന്ദ്രം എന്ന് പറയുന്നത് ഖത്തറാണ്. ഖത്തർ ഹമാസിന്റെ പ്രധാനപ്പെട്ട, ഈ തീവ്രവാദി സംഘടനയായ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഒളിവിൽ അവിടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവർ ഒളിവിൽ പാർക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തിയത് ഖത്തറിലാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നിനും എന്റെ രാജ്യത്ത് കയറി എന്റെ പൗരന്മാരെ ദ്രോഹിച്ചിട്ട് പോകുന്ന ഒരുവനെയും നമ്മൾ വെറുതെ വിടില്ല. അപ്പൊ നമ്മുടെ വീട് കയറി ഏതെങ്കിലും ആക്രമിക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കും. സാധാരണ സിവിലിയൻസിനെ കയറിയിട്ടാണ് ഇവരിവിടെ കൊന്നിട്ട് പോയത്. അവർക്കെതിരെ അതിന് തലപ്പത്തിരുന്ന ആൾക്കാർ, അതിനെ ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന തലവന്മാരായിട്ടുള്ള ആൾക്കാരെ പോയി കൊന്നിട്ട് വന്നു എന്നാണ് നിലവിൽ നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് ഇവിടെ അതുപോലെ തന്നെ ഒക്ടോബർ 7-ന് ഇവിടെ നടത്തിയ ആ ഒരു മാസീവ് ആയിട്ടുള്ള ആക്രമണം, അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നിഷ്കരണം, കുഞ്ഞു കുട്ടികളെയും വലിയവരെയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും തട്ടിക്കൊണ്ടു പോവുക, മാനഭംഗപ്പെടുത്തുക, നിഷ്കരണം കൊന്നു തള്ളുക, പട്ടിണിക്കിടുക, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം തനൂർ അല്ലെങ്കിൽ ഓവനകത്ത് വെച്ച് ചുട്ടെരിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവര് സോഷ്യൽ മീഡിയ വഴി അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എത്ര വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു അന്ന് ഇസ്രയേൽ ജനത കടന്നുപോയത്. കാലം ഒന്നിനും പകരം ചോദിക്കാതിരുന്നിട്ടില്ല എന്ന് നമുക്ക് ഇതിലൂടെ പറയാം. കാരണം സ്വന്തം ജനത കൺമുന്നിൽ പ്രീണിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ ഏതൊരു തലവൻ, നമ്മുടെ രാഷ്ട്രീയ നേതാവിനും തോന്നില്ലേ, നമ്മുടെ തലപ്പത്തിരിക്കുന്ന നേതാവിന് തോന്നില്ലേ, നമ്മുടെ സ്വന്തം ജനത നമ്മുടെ കൺമുന്നിൽ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരെ നിഷ്കരണം കൊന്നു നമ്മളെ അടിക്കാനോ ഇടിക്കാനോ വന്നിട്ട് നമ്മൾ ഇല്ലല്ലോ, നമ്മൾ അവരെ പ്രതികരിക്കില്ല. അത് തന്നെയാണ് ഇസ്രയേൽ ചെയ്തത്. ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തീവ്രവാദി നേതാക്കളെ കൊന്നു തള്ളിയതിലൂടെ ലോക സമാധാനം നിലനിർത്തി എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഹമാസ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അങ്ങനെ ഒരു ഭയം അവിടെ ആളുകൾക്കിടയിൽ ഉണ്ടോ? കാരണം മറ്റൊരു തീവ്രവാദി ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പാനിക് ആളുകൾ? അങ്ങനെ ഒരു പാനിക് ഇതുവരെയും നമ്മുടെ ഇടയിലൊന്നും കണ്ടിട്ടില്ല. കാരണം ഇത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. ഒരു 2 പേര് തോക്കുധാരികളായിട്ടുള്ള പലസ്തീനിൽ നിന്ന് വന്ന തീവ്രവാദ ബന്ധമുള്ള 2 പേര് വന്നിട്ട് പെട്ടെന്ന് അവർക്കെതിരെ, അതായത് 6 പേർക്കെതിരെ നിറയൊഴിക്കുകയും അവര് മരിക്കുകയും ചെയ്യപ്പെട്ടു. തൽക്ഷണം തന്നെ ഇസ്രയേലിലെ ഫോഴ്സ് വന്നിട്ട് ഈ 2 പേരെ കൊന്നു തള്ളുകയും നമ്മൾ ചെയ്തതായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സ്ഥിതിഗതി വീണ്ടും പൂർവിക അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടായ ആ ഒരു ഒന്നല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്കൊരു ചെറിയ ഒരു ഇതുണ്ടാവൂല്ലോ, ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ചെറിയ ഭയം ഉണ്ടാവുമല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞ് തന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം, ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തെ കുറിച്ചുള്ള അഭിപ്രായം? കാരണം ആളുകൾ ഈ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച് പ്രക്ഷോഭങ്ങളെല്ലാം അവിടെ നടന്നിരുന്നുവല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ ഇതിനെ കാണുന്നത്, ഈ ആക്രമണത്തെ? എന്ന് വെച്ചാൽ ഹോസ്റ്റേജുകളെ അങ്ങനെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ തോന്നിയിരുന്നോ? കേൾക്കുകയോ മറ്റോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടുത്തെ തെരുവില് ഉണ്ടായത് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിന്റെയും സംയുക്തമായ ഒരു ഇവിടുത്തെ ജനജീവിതം അത്രത്തോളം ആഹ്ലാദിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് പ്രധാന സാക്ഷ്യം വഹിക്കുകയും ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് ആസൂത്രണം ചെയ്യുകയും അവ നിയന്ത്രിക്കുകയും ചെയ്തതിൽ ബാക്കിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ തലവന്മാരെയാണ് ഇസ്രയേൽ വധിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ ആ ആക്രമണകാരികളായിട്ടുള്ള അതിന്റെ തലവന്മാരെ ഇല്ലാതാക്കി കഴിയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നില്ലേ? അതിന്റെ തലവന്മാര് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായത്. ഒരുപാട് നന്ദി. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ ഈ ചർച്ചകൾ നടത്തേണ്ടി വരും. വീണ്ടും ഞങ്ങളോടൊപ്പം ചേരുക വരും ദിവസങ്ങളിലും. ഒരുപാട് നന്ദി ഇപ്പോൾ ഞങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തിയത്.